പല താരങ്ങളും പല സീരിയലുകളിൽ നിന്ന് മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ വിദ്യാ മനോഹരൻ എന്ന താരം തൻ്റെ അവസാന ദിവസം ഇപ്പോൾ ആ സീരിയൽ ആഘോഷിക്കുകയാണ് എന്ന് പറയുന്നത്. എല്ലാവരും അതിപ്പോൾ ആഘോഷമാക്കുകയാണ് എന്ന് തന്നെ പറയാം. കാരണം അത്ര മനോഹരമായിട്ടായിരുന്നു വിദ്യ ആ സീരിയലിൽ അഭിനയിച്ചു കൊണ്ടിരുന്നത്. ഏഷ്യാനെറ്റിലെ തന്നെ നല്ലൊരു സീരിയൽ തന്നെയായിരുന്നു അതെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സ്നേഹക്കൂട് എന്ന സീരിയലിൽ നിന്ന് ഇപ്പോൾ ഞാൻ ഇറങ്ങുകയാണ്. സ്നേഹക്കൂടിന് അവസാനമായി എത്തിയിരിക്കുകയാണ്. അതായത് എൻ്റെ സീരിയൽ അവസാനിച്ചിരിക്കുന്നു. ഇനി ഞാൻ പുതിയ സീരിയലിൽ പുതിയ കഥാപാത്രവുമായി വരാം എന്നാണ് താരം വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഓർമ്മകളുമായി ഞാനിവിടെ നിന്ന് ഇറങ്ങുകയാണെന്നും വിദ്യ പറയുന്നു. ആദ്യം കരുതി താരം മാത്രമാണ് പോകുന്നതെന്ന്, പിന്നീടാണ് സ്നേഹക്കൂട് അവസാനിക്കുകയാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായത്. അതോടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇരട്ടി സങ്കടമായി. എല്ലാവരും അതനുസരിച്ച് തന്നെ സംസാരിക്കാനും പരാതി പറയാനും തുടങ്ങി. അതുപോലെ തന്നെ എല്ലാവർക്കും വേദനയുണ്ടായി എന്ന് പറയാൻ തുടങ്ങി. സ്നേഹക്കൂടിൻ്റെ അവസാന ദിവസങ്ങൾ എത്തി എന്നറിഞ്ഞപ്പോൾ ശരിക്കും പ്രേക്ഷകർക്ക് ഒരു ഞെട്ടലായിരുന്നു. അതെത്ര വേഗം അവസാനിക്കുമോ എന്നായിരുന്നു എല്ലാവരും നോക്കിക്കൊണ്ടിരുന്നത്. എൻ്റെ ജീവിതത്തിൽ അച്ചു എന്ന കഥാപാത്രം എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ട ഒരു കഥാപാത്രം തന്നെയായിരിക്കും. എന്നെന്നും ഞാനത് മനസ്സിൽ ഓർത്തു വെച്ച് തന്നെ ഇരിക്കും. എൻ്റെ ഹൃദയത്തിൽ എന്നും അതുണ്ടാകും. എന്നും ഞാൻ അതിന് സത്യസന്ധമായി നന്ദിയുള്ളവളായിരിക്കുമെന്ന് പറയുന്നു. എൻ്റെ പ്രൊഡ്യൂസറായ ജയകൃഷ്ണൻ സാറിനോടും ബിനി ജയകൃഷ്ണൻ മാമിനോടും ദേവിക കൃഷ്ണയോടുമൊക്കെ ഞാനിപ്പോൾ വളരെയധികം സ്നേഹം കാണിക്കുന്നു. എൻ്റെ ഡയറക്ടർ മൻസു മാധവയോടും ക്യാമറ അമൽ സുരേഷിനോടും ടീമിനോടുമെല്ലാം വളരെയധികം നന്ദി. അതുപോലെ കീർത്തിയോടും ഫാസിലിനോടും ആനന്ദിനോടും കൃഷിനോടും ഒക്കെ ഞാനിപ്പോൾ സ്നേഹം അറിയിക്കുകയാണ്. നിരവധി പേരോട് എനിക്ക് നന്നായി തന്നെ നന്ദി പറയാനുണ്ട്. അതോടൊപ്പം എൻ്റെ ശബ്ദം ഡബ്ബിങ്ങിൽ ഏറ്റവും കൂടുതൽ മനോഹരമാക്കിയ ദേവയാനിയോടും എനിക്ക് നന്ദി മാത്രമാണ് പറയാനുള്ളത്. പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ അതിനെക്കുറിച്ച് നന്ദി തന്നെയാണ് പറയുന്നത്. ഇത്രയും അധികം നന്നായി കഥാപാത്രത്തിനെ കൊണ്ടുപോകാൻ താരത്തിനാണ് കൂടുതൽ സാധിക്കുക. അതെപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. നല്ല സീരിയലുകൾ കിട്ടട്ടെ എന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട്. ഞങ്ങൾ ആഗ്രഹിക്കുന്നതും അതുപോലെ തന്നെയാണ്. ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ ലഭിക്കട്ടെ എന്ന്, എപ്പോഴും അങ്ങനത്തെ നല്ല കഥാപാത്രങ്ങളിലൂടെ ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രമാണ് ഞങ്ങളും പ്രാർത്ഥിക്കുന്നത്. അതൊരു ഭാഗ്യം തന്നെയാണ് നല്ല കഥാപാത്രങ്ങൾ എപ്പോഴും കിട്ടുക എന്നത്. അതെപ്പോഴും കിട്ടുന്ന ഒരു കാര്യം കൂടിയല്ല. എന്നിട്ടും ഞങ്ങൾക്കതെല്ലാം തന്നെ സാധിക്കുന്നുണ്ട്. എപ്പോഴും താരത്തിന് ഇനിയും നല്ല കഥാപാത്രങ്ങൾ, അച്ചുവിനേക്കാൾ മികച്ച കഥാപാത്രങ്ങൾ ലഭിക്കട്ടെ. പക്ഷേ എന്നും അച്ചു തന്നെയായിരിക്കും ഒന്നാമത്. അത്രയേറെ സ്പെഷ്യലായി മാറിയ കഥാപാത്രമാണ്. അതുകൊണ്ട് അച്ചു എന്നും ഒന്നാമത് തന്നെ നിൽക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നതെന്നും പ്രേക്ഷകർ ഇതുപോലെ തന്നെ മറുപടിയായി കുറിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.